വഴുതി വീഴുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്റ്റെയർ കേസിൽ ഇറങ്ങുന്ന സമയത്ത് സ്ലിപ്പായിട്ട് നടുവും കുത്തി അങ്ങനെ തന്നെ വീഴുന്ന സമയത്ത് പ്രത്യേകിച്ച് വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മെല്ലെ അവിടെ നിന്ന് എണീറ്റ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ലോവർ ബാക്കിൽ, നമ്മുടെ ടെയിൽ ബോണിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കൊരു വേദന വരുന്നുണ്ടാവുക. പ്രധാനമായിട്ടും ആ വീഴ്ചയിൽ നമ്മുടെ ലോവർ ബാക്കിലുള്ള ഫോസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ബോണിൻ്റെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടാകാം. അതായിരിക്കാം ഈ വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും വരുന്നുണ്ടാവാം. കോക്സിഡീനിയ എന്നാണ് ഈ ഒരു കണ്ടീഷനെ പറയുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഏതൊരു ഭാഗത്തൊരു ഇഞ്ചുറി, ഒരു സ്ട്രെയിനോ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ഫേർദർ ലോഡ് വരാതെ ആ ഭാഗം റിലാക്സ്ഡ് ആയിരുന്നാൽ മാത്രമേ അവിടെ ഹീലിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടേക്ക് ആ ഒരു ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫേർദർ ലോഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇരിക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് നമുക്കൊന്ന് ലീൻ ചെയ്തിരിക്കാം. അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് സ്ട്രെയിൻ വരുന്നത് ഒഴിവാക്കാനായിട്ട് ഉള്ള കുഷ്യൻസ്, ഇരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ബെഡ് ഷേപ്ഡ് കുഷ്യൻസ്, അങ്ങനെ പല തരത്തിലുള്ള കുഷ്യൻസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമുക്ക് ആ കുഷ്യൻസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിസിയോതെറാപ്പി. ആ ഭാഗത്തേക്ക് ഉള്ള സ്ട്രെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള മസിൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുവാനും ആ ഭാഗത്തുള്ള മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രാജുവലി നമുക്കത് മെല്ലെ കുറച്ച് കൊണ്ടുവരാം.